Question number 20. Session A last question. Coordination compounds on chapter. Topic is VB theory. The correct statement among the following is. But statement nickel in the moonu compounds NiCN4 2-, NiCl4 2-, NiCO4. These moonu compounds in the magnetic property ആണ് question. അപ്പോൾ ഇത് മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ആൾറെഡി നമ്മൾ പറയാറുണ്ട്. NiCN4 2-, NiCl4 2-, NiCO4 times. മൂന്ന് കോമ്പൗണ്ട്സ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിക്കൽ വരുന്നത് നിക്കൽ 2+ ആയിട്ടാണ്. റെഡി അല്ലേ? നിക്കൽ 2+ന്റെ കോൺഫിഗറേഷൻ 3D8 ആണ്. 3D8 ആണ്. പെയറിംഗ് നടക്കും. കാരണം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണല്ലോ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിംഗ് നടന്നാൽ അവിടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് എന്താ? DsP3 ആണ്. DsP3 ആണ്. സോ ഇറ്റ് ഇസ് ഡയാമാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റിക് അല്ല, ഡയാമാഗ്നറ്റിക്. കാരണം കംപ്ലീറ്റ് പെയറിംഗ് നടക്കും. NiCl4 2- നിക്കൽ എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് നിക്കൽ 2+. കോൺഫിഗറേഷൻ 3D8 ആണ്. പക്ഷെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് ഇല്ല. ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3. പെയറിംഗ് ഇല്ലാത്തതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോണുകൾ 3Dയിലുണ്ട്. പാരാമാഗ്നറ്റിക് ആണ്. NiCO4 times എന്ന് പറയുന്നതിൽ നിക്കൽ 0 ആയി തന്നെയാണ് ഇരിക്കുന്നത്. നിക്കലായി തന്നെയാണ് ഇരിക്കുന്നത്. സോ 4s2 3D8 ആണ് വരിക. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് ഉണ്ട്. സോ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3 ആൻഡ് ഇറ്റ് വിൽ ബി എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക്. കാരണം 4sൽ കിടക്കുന്ന ഇങ്ങനെയാണ് വരിക. ദിസ് ഇസ് 3D, ദിസ് ഇസ് 4s. 3Dയിൽ 8 ഇലക്ട്രോൺസ് ആൾറെഡി ഉണ്ട്. ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാം? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടും ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3D കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. 3D 10 ആയിട്ട് മാറും. സോ 4s വാക്കൻ്റ് ആവുകയും ചെയ്യും. അതിനെ കൂടി യൂട്ടിലൈസ് ചെയ്ത് sp3 ഹൈബ്രിഡൈസേഷൻ ആൻഡ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വിൽ ബി ഡയ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി വിൽ ബി ഡയ. Therefore, the right answer is NiCO4 and NiCN4 2- are diamagnetic. അവർ രണ്ടുപേരും ഡയാമാഗ്നറ്റിക് ആണ്. NiCl4 2- is paramagnetic. Option 3 is the right answer.